വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് എല്ലാവർക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോ CSIR, ഓക്കെ, അതായത് സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓക്കെ, അതിലേക്കുള്ള വേക്കൻസി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. CRRI അഡ്വർടൈസ്മെന്റ് ആയിട്ട് 209 വേക്കൻസികളാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, 209 വേക്കൻസികളാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം +2 ആണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് താഴെ ഇവിടെ കണ്ടിട്ടുണ്ട്, CSIR strives to have a workforce which reflects gender balance and women candidates are encouraged to apply. ഓക്കെ, മുൻകാലഘട്ടങ്ങളിൽ വുമൻസിനെ അധികം പരിഗണിക്കാറില്ലായിരുന്നു, പക്ഷെ ഇപ്പോഴവര് വുമൻസിനെ എൻകറേജ് ചെയ്യിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും ഇതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ 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 ഇനി ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, കൂട്ടുകാരിലേക്ക്, ബന്ധുക്കളിലേക്കൊക്കെ ഇത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുകയും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതുമാണ്. ഓക്കെ, കൂടാതെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള എല്ലാ സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ് പോസ്റ്റ് വേക്കൻസികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് കറക്റ്റ് ടൈമിൽ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അഡ്മിഷൻ, RRB ടീച്ചറിന്റെ അഡ്മിഷൻ നടക്കുകയാണ്. അപ്പം RRB ടീച്ചറിന് ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. RRB ടീച്ചറിന്റെ അഡ്മിഷൻ, നമ്മുടെ ഫീസ് സ്ട്രക്ചർ 599 രൂപയാണ്. ഒക്കെ ഫീ എന്ന് പറയുന്നത് അത് 50% റിഡക്ഷനോട് കൂടിയുള്ള ആ ഒരു ഫീസ് സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ KVSന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ NVSന്റെ അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ CTETന്റെ അഡ്മിഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകളും കാര്യങ്ങളും എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. RRBയിലേക്ക് ജോയിൻ ചെയ്യുന്നതിനും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോസ്റ്റ്, CSIRയുടെ പോസ്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. കൂടാതെ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ RRB ടീച്ചറിന്റെ കൂടെയും KVS, NVS, CTETന്റെ കൂടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ HSA നാച്ചുറൽ സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ. നമ്മുടെ ഫീസ് 999 ആണ്. ഇതെല്ലാം 50% റിഡക്ഷനോട് കൂടിയാണ്. അതുപോലെ തന്നെ ജനറൽ ബാച്ച് ഉണ്ട്, HSAയുടെ ജനറൽ ബാച്ച് 499 ആണ്. അതുപോലെ LP UP ലോങ് ടേം ഉണ്ട്, 299 എന്ന് പറയുന്ന ഫീ ആണ്. അത് തീർത്തും ഫ്രീ ആണ്, ഓൺലി അഡ്മിഷൻ ഫീസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത നോട്ടിഫിക്കേഷൻ വരെയുള്ള നമ്മുടെ ബാച്ചാണ്, ലോങ് ടേം ബാച്ചാണ്. ഓക്കെ ഓക്കെ അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്ലാസ് ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് പ്ലസ്, ഓക്കെ, നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും, പ്ലസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, പ്ലസ് അതുപോലെ തന്നെ PYQ നൽകുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴ്സിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഓക്കെ, CSIR ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജീനോമിക്സ് ഇൻട്രോഗേറ്റീവ് ബയോടെക്നോളജി, ജീനോമിക് നോളജ് പാർട്ണർ, അതുപോലെ തന്നെ NISPR, NPL ഇന്ത്യ, കുറേ സ്ഥാപനങ്ങൾ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് CSIRന്റെ. അതിൽ CSIR സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വേക്കൻസിയാണ് 209 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ പ്രധാനമായിട്ടും 2 പോസ്റ്റുകളാണ്. അതിൽ ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ആപ്ലിക്കേഷൻ അയക്കാൻ വന്ന ഡേറ്റ് 22/3/2025 മുതലാണ്. അത് ലാസ്റ്റ് ഡേറ്റ് 21/4/2025 വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത്. ഏപ്രിൽ മാസം 21 വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ,
റിട്ടേൺ എക്സാം എന്ന് പറയുന്നത് മെയ് ജൂണിലായിരിക്കും ഇതിന്റെ എക്സാം നടക്കുന്നത്. ഓക്കെ, അത് CSIR-ന്റെ വെബ്സൈറ്റിൽ അവർ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ സ്റ്റെനോഗ്രഫി, അത് പ്രൊഫഷൻസി ടെസ്റ്റ് ജൂണിലാണ് നടക്കുന്നത്. ഓക്കെ, ജൂണിലുമായിരിക്കും നടക്കുന്നത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യത്തിലേക്ക് പ്രധാനമായിട്ട് 2 പോസ്റ്റാണെന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചു നോക്കാവുന്നതാണ്. ഞാൻ പ്രധാനപ്പെട്ട നിങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത്ര ഡീറ്റെയിലേക്ക് പോകുന്നില്ല. പ്രധാനമായിട്ട് 2 പോസ്റ്റുകളാണ്. ഒന്ന് നമ്മുടെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് 177 പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഏജ് ലിമിറ്റ് നോട്ട് എക്സൈഡിങ് 28 ഇയേഴ്സ് എന്നാണ്. 28 വയസ്സ് കവിയാൻ പാടില്ല. ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആണ്. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 28 വയസ്സ് കവിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജ് റിലാക്സേഷൻ കിട്ടുന്നതായിരിക്കും. OBCക്ക് 3 ഇയറും അതുപോലെ SC/STക്ക് 5 ഇയറും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അതില് സാലറി എന്ന് പറയുന്നത് 19,900 ലെവൽ 2 ആണ്. പേ ലെവൽ 2 ആണ്. ഗ്രൂപ്പ് C ആണ്. ഓക്കെ, 19,900 63,200. ഇത് വേറെ ഒന്നും ആഡ് ചെയ്യാത്ത സാലറിയാണ്. 19,900 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഒരു 40-45 രൂപ നമ്മുടെ കയ്യിലേക്ക് ലഭിക്കും തുടക്കം മുതൽ തന്നെ. ഓക്കെ, രണ്ടാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയാ, അതും ഗ്രൂപ്പ് C തന്നെയാണ്. സ്റ്റെനോഗ്രാഫർ. ഓക്കെ, JST ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ്. ഓക്കെ, ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് രണ്ടാമത്തെ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അതിൽ 32 വേക്കൻസിയാണുള്ളത്. സാലറി ഏകദേശം ഇതേ കുറച്ചുകൂടി കൂടിയ സാലറിയാണ്. 25,500 81,100 സാലറി എന്ന് പറയുന്നത്. 25,500 ആകുമ്പോഴത്തെ ഏകദേശം $50,000 നമുക്ക് കയ്യിൽ കിട്ടും. ക്വാളിഫിക്കേഷൻ അത് തന്നെയാണ്. സ്റ്റെനോഗ്രഫി അറിഞ്ഞിരിക്കണം, അതായത് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നോട്ട് എക്സീഡിങ് 27 ഇയേഴ്സ് ഏജ് ആണ്. അതും ഇതേപോലെ തന്നെയാണ്. SC/STക്ക് 5 വർഷവും അതുപോലെ തന്നെ OBCക്ക് 3 വർഷവും റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ അപ്പോൾ അതിന്റെ ബാക്കിയുള്ള പോസ്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ താഴെ ഈ ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ഉപയോഗിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈസിയായി ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഓരോ വേക്കൻസിയും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആർക്കൊക്കെയാണ് അൺറിസർവ്ഡ് എത്രയുണ്ട്, OBC NCL നോൺ ക്രിമിനൽസിന് എത്രയുണ്ട്, SCക്ക് എത്രയുണ്ട്, STക്ക് എത്രയുണ്ട്, EWSന് എത്രയുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ PWBDക്ക് എത്രയുണ്ട്, ESMന് എത്രയുണ്ടെന്നൊക്കെയുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ഓരോന്നായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോസ്റ്റ് ഏതാണോ അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ESM എന്ന് വെച്ചാൽ എക്സ് സർവീസ്മാൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ 250 വേക്കൻസികളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 500 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് അത് OBC NCL EWS കാൻഡിഡേറ്റ് അൺറിസർവ്ഡ് എല്ലാവർക്കും 500 രൂപയാണ്. സ്ത്രീകൾക്ക് കാരണം സ്ത്രീകളെ എൻകറേജ്മെന്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് SC/ST കാറ്റഗറിക്കാർക്ക് എക്സ് സർവീസ്മാന് PWBDക്ക് മീൻസ് ഹാൻഡികാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇവർക്കൊന്നും തന്നെ ഫീസ് ഇല്ല. അപ്പൊ സ്ത്രീകളെ ശ്രദ്ധിക്കുക, പെൺകുട്ടികൾക്ക് ഇതിൽ ഫീ ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ ബാക്കി മറ്റേ SC/STയും PW കാൻഡിഡേറ്റ് എക്സ് സർവീസ്മാനൊക്കെ ഫീസ് ഇല്ല. ബാക്കിയുള്ളവർക്ക് 500 രൂപയാണ് ഫീസ്. ഓക്കെ, ഏജ് ലിമിറ്റ് ആൻഡ് റിലാക്സേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം കൊടുത്തിട്ടുണ്ട്. SC/ST OBC NCL EWS PWD status or any other benefits is fee relaxation, reservation, age relaxation, etc. were not specified otherwise shall be last date of submission online application 95. അപ്പൊ അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പൊ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള സെൻട്രൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അത് താഴെ എഴുതിയിട്ടുണ്ട്. ഷെഡ്യൂൾഡ് കാസ്റ്റ് 5 വർഷം, OBC NCLന് 3 വർഷം, PWD അൺറിസർവ്ഡിന് 10 വർഷം, PWD SC/ST ആണെങ്കിൽ 15 വർഷം, PWD OBC ആണെങ്കിൽ 13 വർഷം, എക്സ് സർവീസ്മാന് 3 ഇയർ എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ CSIR വർക്ക് ചെയ്യുന്ന ആൾക്കാണെങ്കിൽ ഏജ് ലിമിറ്റ് ഇല്ല. ഓക്കെ, പിന്നെ വിഡോസ്, ഡൈവോഴ്സ്ഡ് വുമൻസ്, വുമൺ ജുഡീഷ്യറി സെപ്പറേറ്റർ അവർക്ക് 35 ഇയർ ആണ് ഏജ് എന്ന് പറയുന്നത്. 35 വയസ്സാണ്. അങ്ങനെ വിഡോ ആയിട്ടുള്ള ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള SC/STക്ക് 40 വയസ്സുണ്ട്.
ഓക്കെ, അപ്പൊ അതാണ് ഏജ് റിലാക്സേഷന്റെ കാര്യം എന്ന് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് നമ്മുടെ ഈ സൈറ്റിൽ നിന്ന്, ഇതിന്റെ CSIR സൈറ്റിൽ നിന്നും ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു മനസ്സിലാക്കുക. ജസ്റ്റ് ഞാനൊന്ന് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സിലബസ്, മോഡ് ഓഫ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് CBT ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. +2 ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 200 ആണ്. 2 മണിക്കൂറും 40 മിനിറ്റും ആണ്. 2 മണിക്കൂറാണ് എക്സാം ടൈം എന്ന് പറയുന്നത്. 40 മിനിറ്റ് കൊണ്ട് എക്സ്ട്രാ സ്ക്രൈബ് ഉള്ളവർക്ക്, അതായത് കൂടെ എഴുതാൻ കൊണ്ടുപോകും, അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിന് 40 മിനിറ്റ് കൊണ്ട് എക്സ്ട്രാ കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ സിലബസ് കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 50 മാർക്ക്. ഓക്കെ, അതിൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. 0.25 എന്നുള്ള ലെവലിലാണ് നെഗറ്റീവ് മാർക്ക് വരുന്നത്. ജനറൽ അവയർനെസ് GAക്കും 50 മാർക്ക്, അതും 0.25 എന്നുള്ള ലെവലിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് 100 മാർക്കിനാണ് കേട്ടോ, 100 മാർക്കിനാണ്. അപ്പൊ അവിടെ നല്ല കിട്ടാൻ എളുപ്പമുള്ള ഒരു കാര്യമാണ്, ഇംഗ്ലീഷ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. ഓക്കെ, അതിന്റെ സിലബസ് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ സ്റ്റെനോഗ്രഫിയിൽ നിങ്ങൾക്കുള്ളത് കാൻഡിഡേറ്റ്സ് വിൽ ഗീവൻ ഓൺ എന്താ ഡിക്ഷൻ ഫോർ 10 minutes in English or Hindi as opted by the candidates in their application form. So the speed 80 words per minute. അപ്പൊ നിങ്ങളുടെ ആലോചിക്കാനുള്ളത്, കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചായിരുന്നു, സാറേ ഹിന്ദി വേണമോ ടൈപ്പ് റൈറ്റിംഗിൽ? ഹിന്ദി ഇതില് നമുക്ക് ഇഷ്ടമുള്ള ഓപ്റ്റ് ചെയ്യാം. ഹിന്ദി ആണോ ഇംഗ്ലീഷ് ആണോ എന്നുള്ളത് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാം. അതിൽ ആ വേർഡ്സ് പെർ മിനിറ്റ് സ്പീഡ് എന്ന് പറയുന്നത് 80 വേർഡ്സ് പെർ മിനിറ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ, ഹിന്ദി ഓർ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ഉള്ളവർക്ക് ഹിന്ദി ഓപ്റ്റ് ചെയ്യാം, ഇംഗ്ലീഷ് ഉള്ളവർക്ക് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഇത് രണ്ടും പറ്റും, ഹിന്ദി പഠിക്കാത്തവർക്കും പറ്റും കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽ ടെസ്റ്റ് ഉണ്ട്. ഇംഗ്ലീഷിന് 50 മിനിറ്റ്സ്, അതുപോലെ തന്നെ ഹിന്ദിക്ക് 65 മിനിറ്റ്സ് ആണ്. മെറിറ്റ് പ്രിപ്പറേഷൻ, മെറിറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കുന്നത്, പ്രൊഫഷൻസി ടെസ്റ്റ്, ഫൈനൽ നമ്മുടെ റാങ്ക്, റിട്ടേൺ എക്സാമിന്റെ മാർക്ക്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. പിന്നെ സ്റ്റെനോഗ്രഫി ആണെങ്കിൽ സ്റ്റെനോഗ്രഫിയിലുള്ള പ്രൊവിഷൻസ് ഇതെല്ലാം ചേർത്തിട്ടാണ് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നില്ല. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സ്റ്റെനോയുടെയും കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പഠിച്ചതിന് ശേഷം, വായിച്ച് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ പറ്റുന്നവര് അപ്ലൈ ചെയ്യുക. എക്സാമിനേഷൻ സെന്ററിനെ പറ്റി ഇവിടെ പറയുന്നത്, ഓൾ ദ എക്സാമിനേഷൻസ് പേപ്പർ 1 ആൻഡ് പേപ്പർ 2 പ്രൊഫഷൻസി ടെസ്റ്റ് ഇൻ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ് ആൻഡ് എ സിംഗിൾ പേപ്പർ റിട്ടൺ എക്സാം പ്രൊഫഷൻസി ടെസ്റ്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ will be held at various locations of Delhi, NCR, National Capital Region, which will be notified as മിക്കവാറും ഒക്കെ ഡൽഹിയിലെ വേരിയസ് സെന്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതർ സ്റ്റേറ്റ് കൊടുക്കുമെന്ന് അറിയത്തില്ല. ഓക്കെ, പിന്നെ ഉള്ളത്, പിന്നെ ജനറൽ കണ്ടീഷൻസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ പറയുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. ഞാൻ ഇതിൽ കൂടുതൽ പറയുന്നത് വീഡിയോ നീണ്ടു പോകും, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതിന്റെ അഡ്രസ് എന്ന് പറഞ്ഞ ഇതാണ്, ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. www.CRRIDOM.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ സൈറ്റിലേക്ക് കയറി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. കാൻഡിഡേറ്റ്സ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും എല്ലാം വളരെ വിശദമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ സാവധാനം ഡൗൺലോഡ്, സമയമുണ്ട്, ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ വഴി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ, കാരണം 10-33 പേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഞാനിത് പറയാനിരിക്കുകയാണെങ്കിൽ, അപ്പം ഇത് നിങ്ങൾ വായിച്ചു നോക്കിയ ശേഷം ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുക. വായിച്ചു നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിലൂടെയോ അല്ലെങ്കിൽ വിളിച്ചോ ചോദിക്കാവുന്നതാണ്. അതിന്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, ഓരോന്നും വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇനി അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് വിളിക്കുക, അല്ലെങ്കിൽ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ തന്നെ നിങ്ങൾക്ക്
വിളിക്കാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ 9741158410 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിളിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, ജനറൽ കാറ്റഗറിക്ക് മാത്രമേ ഫീസ് ഉള്ളൂ, ബാക്കി വുമൻസ് ഉൾപ്പെടെ ആർക്കും തന്നെ SC/ST PW കാൻഡിഡേറ്റ്സിനൊന്നും ഫീസ് ഇല്ല എന്നുള്ള കാര്യവും ഓർക്കുക. പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ 36 പേജസോളം ഒത്തിരി കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ NCL വാങ്ങിക്കാനുള്ള സർട്ടിഫിക്കറ്റിന്റെ ഫോമാറ്റുകൾ, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ടവർ അത് വാങ്ങിക്കാനുള്ള ഫോമാറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ വാങ്ങിക്കേണ്ട കാര്യമില്ല. സെയിം സെൻട്രൽ ഗവൺമെന്റ് ഫോം തന്നെയാണ്, നമുക്ക് റെയിൽവേക്ക് വാങ്ങിച്ച ഫോം തന്നെയാണ്, അത് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, അപ്പം അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഇൻകം സർട്ടിഫിക്കറ്റ് വേണം അവർക്ക്, അത് വാങ്ങിക്കാനുള്ള ഫോംസ്, അങ്ങനെയുള്ള എല്ലാം ഇതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളത് ദയവായിട്ട് ഇത് ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാം, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തോ ഇതിന്റെ കാര്യങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയേ പറയാനുള്ളൂ ഈ കാര്യത്തെക്കുറിച്ച്. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ, ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ്, സിമ്പിൾ എക്സാംസ് ആണ്, +2 ലെവൽ അല്ലേ, അപ്പോൾ സിമ്പിൾ എക്സാംസ് ആണ്, റെയിൽവേക്കൊക്കെ പോലെ നടക്കുന്ന എക്സാംസ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഇത് അറിയാതെ പോകുന്നതാണ്, എല്ലാ വർഷവും മിക്കപ്പോഴും വിളിക്കാറുള്ള പോസ്റ്റാണ്. ഓക്കെ, പല കാറ്റഗറിയിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, പല കാറ്റഗറിയിൽ പല IGBയിലോ NISPRലോ CSI മീൻസ് CRRലോ ഒക്കെ അല്ലെങ്കിൽ NBL ഇന്ത്യയിലോ ഒക്കെ വിളിക്കുന്ന പോസ്റ്റുകളാണ് പല രീതിയിൽ. ഇപ്പം CSIRൽ വിളിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. ഓക്കെ, എനിവേ ഒരു ജോലിയാണ് നിങ്ങളുടെ ലക്ഷ്യം, എവിടെയാണ് വർക്ക് ചെയ്യാനും എവിടെ പോയി പരീക്ഷ എഴുതാൻ ഞാൻ തയ്യാറാണെങ്കിൽ അങ്ങനെ നിൽക്കുന്നവരിലേക്ക് ഇത് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.